ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എന്നാലും സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ കാണാത്ത ഒരു വീഡിയോയാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോയിൽ ഒത്തിരി അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും അറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് കാണുന്ന എല്ലാ കാര്യവും നമുക്ക് അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുൻപേ അവർ ചെയ്യുന്ന കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ, അതെന്തൊക്കെയാണെന്ന് കുറേയൊക്കെ എനിക്ക് കണ്ടപ്പം മനസ്സിലായി. എന്നാലും മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൽ എനിക്ക് കണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ്. അത് അടുത്ത സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. നോക്കിക്കേ, ഒരു ചേട്ടൻ ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. എന്തെങ്കിലും സ്ക്രാച്ചോ വല്ലതും ഒക്കെ ഉണ്ടോ എന്നായിരിക്കും നോക്കുന്നത്, അറിയില്ല. എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണേ. ഒരു ട്രക്ക് വന്ന് നിൽക്കുന്ന നോക്കിക്കേ. പൊങ്ങി അതിൻ്റെ ഡോറൊക്കെ തുറന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കേ, വീലില്ല. ബാക്കിലത്തെ 4 വീലിലാണ് അത് ഓടുന്നത്. എന്നിരുന്നാലും സംഭവം സെറ്റപ്പാണ്. കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിലേക്കുള്ള ഫുഡ് കൊണ്ടുവന്നതാണ്. കാരണം ഇതേപോലത്തെ ഒരു ട്രെയിലാണ് അവർ നമുക്ക് ഫ്ലൈറ്റിലും ഫുഡ് കൊണ്ട് തരുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പടിച്ച് കാണരുത് കേട്ടോ. കാരണം എൻ്റെ പരമാവധി ഞാനിത് സ്പീഡിലിട്ടിട്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഞാനിത് ഏകദേശം ഒരു 4-5 മണിക്കൂർ ഒരേ നിപ്പ് നിന്നിട്ടാണ് ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് എടുത്തത്. കാരണം അത്രയും താമസിച്ചാണ്, അവർ പതുക്കെയാണ്. ഇപ്പോൾ ഈ പോകുന്ന ഫ്ലൈറ്റൊക്കെ ഇല്ലേ, അതൊക്കെ പതുക്കെയാണ് കേട്ടോ പോകുന്നത്. നോക്കിക്ക്, ഒരു ടർക്കിഷ് എയർലൈൻസ് വരുന്നത്. അവനങ്ങനെ പറക്കാൻ റെഡിയായിട്ട് പോവുകയാണ്. ആ സമയത്ത് അതാ വേറെ ഫ്ലൈറ്റ് നമ്മുടെ എയർപോർട്ടിലേക്ക് വരുന്നു. ഈ കാണുന്ന വാഹനങ്ങളൊക്കെ എന്തിനുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വലിയ മനസ്സിലാവും കേട്ടോ. ഈ സമയത്തും നമ്മുടെ ഫുഡ് ലോഡിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഈ പെട്ടിയോട്ടയിൽ കൊണ്ടുപോകുന്നത് എന്നാണെന്നറിയാവോ? നമ്മുടെ ലഗേജുകളൊക്കെയാണ്. അങ്ങനെ അവരതെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം പഴയപടിയാക്കുകയാണ്. അവരുടെ വണ്ടി എല്ലാം മടക്കി ചുരുട്ടി എടുത്തുകൊണ്ട് പോകും അവർ. ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ കണ്ടത്. എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിവേ ഇവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിൻ്റെ ബാക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ബാക്കിലും അവർ ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ വരുന്ന ഫ്ലൈറ്റും അവിടെ കിടക്കുന്ന ആ ഈന്തപ്പനയുടെ പടമുള്ള സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് നോക്കിക്കേ.
ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ ഫ്ലൈറ്റൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഞാൻ കണ്ട വേറൊരു കാഴ്ചയാണ് ഇത്. നോക്കിക്കേ, ഒരു സാധനം അതിൻ്റെ അകത്തുനിന്ന് ചാടി ഇങ്ങ് പുറത്തേക്ക് പോരുന്നു. ഞാൻ ആദ്യം പേടിച്ചു, ഇതെന്നതാ സാധനം എന്നുള്ളത്. അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. നമ്മുടെ വിലപ്പെട്ട പെട്ടികളാണ് ഈ ഉരുണ്ടുരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ ഈ കൂടാരങ്ങളുടെയൊക്കെ ഉപയോഗം എന്നതാണ്? ഫ്ലൈറ്റിൽ നമുക്ക് പുതയ്ക്കാനായിട്ട് ഒരു ചെറിയ പുതപ്പും ഓരോ പില്ലോയും അവർ തരാറുണ്ട്. അതെല്ലാം അവർ ഇപ്പം ഫ്ലൈറ്റിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ലഗേജ് എല്ലാം അവർ പെട്ടിക്കുള്ളിലാക്കി സെറ്റാക്കി ഇനി അവരത് നേരെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, ഇതിലേക്കൂടെ പോകുന്ന ഓരോ വണ്ടികളുടെ ഉപയോഗം പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നു. കണ്ടില്ലേ, ആ പച്ചവണ്ടിയും ആ വെള്ളവണ്ടിയൊക്കെ, അതിൻ്റെ ഒന്നും പേര് പറയാനൊന്നും എനിക്കറിയില്ല. അതാ പോകുന്നു നമ്മുടെ ലഗേജ്. അടുത്ത ട്രിപ്പ് അവർ ലഗേജുകളെല്ലാം ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സെറ്റാക്കി കൊടുത്ത് വണ്ടിയിൽ വെച്ച് കൊടുക്കുകയാണ്. എല്ലാ എയർപോർട്ടിലും ഇതുപോലെ മാനുവലി അല്ല കേട്ടോ, മിഷനോട് കൂടി ചെയ്യുന്ന ഒത്തിരി എയർപോർട്ടുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മിഷനോട് കൂടി ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. എന്തോരം വണ്ടികളാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോകുന്നത്. നോക്കിക്കേ, എല്ലാ ഫ്ലൈറ്റും അവിടുന്ന് മൂവ് ആവുന്ന സമയത്ത് വേറൊരു വണ്ടിയുടെ സപ്പോർട്ടുണ്ട്. കണ്ടോ, ആ വണ്ടിയുടെ പേരൊന്നും പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പം ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാവരും കണ്ടിട്ടുണ്ടോവേ, അല്ലാതെ സാധാരണക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഈ കണ്ട ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
എനിക്കും അറിയാൻ പറ്റും. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യാനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ടണൽ വഴിയാണ് പാസഞ്ചേഴ്സ് അകത്തോട്ട് പോകുന്നത്. അവസാനമായിട്ട് ഒരു ചേട്ടൻ ഓടി നടന്ന് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റും മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു ക്ഷമാപണമുണ്ട്. കാരണം എനിക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ അറിയത്തില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഞാൻ കണ്ട കാര്യം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് ഹാപ്പി ജേർണി. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.